தமிழ் நண்பர்கள் லைவ் ஸ்ட்ராபெரி தே இப்படி எடுத்து சாப்பிடலாம். ദേ ലൈവായിട്ട് നമ്മൾ പറിച്ചെടുത്ത് ദേ ഇങ്ങനെ കടിച്ചു നോക്കട്ടെ. ലോകത്തെവിടെയൊക്കെ ചൂടാണെങ്കിലും ഇവിടെ തണുപ്പാണ് കേട്ടോ. 365 ദിവസവും തണുപ്പുള്ള ഒരു പ്രോപ്പർട്ടി. നല്ല തണുപ്പാണ് ഇവിടെ. തണുത്ത് പറിച്ച് ഞങ്ങൾ നല്ല ചൂടത്തുനിന്ന് വന്നത്. അതടാ എന്നടാ 365 ഡേയ്സും വാട്ടർഫോൾസോட ചില്ലാன ஒரு ப்ராப்பர்ட்டி இருக்கா. அதுவும் இந்த சம்மர்லையா? அப்படித்தானே யோசிச்சுட்டு இருக்கேன். அந்த மாதிரி ஒரு இடம் கேரளால காந்தல்லூர்ல இருக்கு. ஸோ இன்னைக்கு நாம வந்து அங்கே தான் போக போறேன். തൃശ്ശൂരുകാരും പാലക്കാടുകാരും ഒക്കെ കാന്തല്ലൂരോ മൂന്നാറോ ഒക്കെ പൊള്ളാച്ചി വഴി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകുന്ന വഴിയിൽ ഒരു കിടിലൻ സ്പോട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് അധികം ആരും കണ്ടിട്ടില്ല. ഈ സ്പോട്ട് കാണുമ്പോൾ നിങ്ങളൊക്കെ ഞെട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട് എന്ന് പറയുന്നത്. അടിപൊളിയല്ല, ഒരു രക്ഷയില്ല. ചുറ്റും ഇങ്ങനെ കിടിലൻ മലനിരകളും താഴെ ഒരു അടിപൊളി നീല ജലാശയവും. അവിടെ നോക്കിയ ഒരു ആമപ്പാറ, ആമയുടെ ഷേപ്പിലുള്ള ഒരു പാറയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. കറക്റ്റ് ആമയുടെ ഷേപ്പില്ലേ. ആക്ച്വലി നമ്മൾ ആമപ്പാറ എന്ന് പറയുമ്പോൾ നമുക്ക് രാമക്കൽ മേടാണ് ഓർമ്മ വരുന്നത് അല്ലേ. എന്നാൽ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ കാന്തല്ലൂരൊക്കെ പോകുമ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലൊരു ആമപ്പാറ കാണാൻ പറ്റും. അപ്പോൾ ഈ സ്പോട്ടിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് തിരുമൂർത്തി ഹിൽസ്. നമ്മൾ ചിന്നാറിന്നൊക്കെ ഇങ്ങനെ ഫോറസ്റ്റ് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കുറേ മലനിരകളില്ലേ, ആ മലനിരകളാണ് ഈ ചുറ്റും കാണുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതപ്പുഴയുടെ ഒറിജിൻ എന്ന് പറയുന്നത് ഈ തിരുമൂർത്തി ഹിൽസ് ആണ്. ഇവിടെ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു അടിപൊളി വാട്ടർഫോൾസ് ഉണ്ട്. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് കുറച്ച് വെള്ളം കുറവായിരിക്കും, മഴക്കാലമൊക്കെ ആണെങ്കിൽ പൊളി വൈബാണ്. ഇനിതേ തിരുമൂർത്തി ഹിൽസിൽ ഡാമുണ്ട്, അടിപൊളിയാണ്. ഇത്രയും വിശാലമായ ഒരു ഡാമിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങൾ പൊള്ളാച്ചിയിലും ഉദുമൽപേട്ടയിലൊന്നും ജംഗ്ഷനിലൊക്കെ പോയി കിടന്ന് ബ്ലോക്കിലൊന്നും പെടാതെ ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ നേരെ ആനമലയിൽ വരിക. ആനമലയിൽ നിന്ന് ദള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒരു 7 കിലോമീറ്റർ ട്രാവൽ ചെയ്താലാണ് നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിരുമൂർത്തി ഹിൽസിൽ എത്തിച്ചേരാൻ പറ്റുന്നത്. ദെൻ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഭാഗമായതുകൊണ്ടാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊള്ളാച്ചിയിൽ നിന്ന് ജസ്റ്റ് ഒരു 38 കിലോമീറ്റേഴ്സ് ആണ് ഇവിടത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ടൈമിംഗ് എന്ന് പറയുന്നത് മോർണിംഗ് 7 to ഈവനിങ് 5 ആണ്. അപ്പോൾ രാവിലെയോ ഈവനിംഗ് ഒക്കെ വരികയാണെങ്കിൽ കിടില ഒരു സൺസെറ്റും സൺറൈസും ഒക്കെ ആസ്വദിച്ചിട്ട് അടിപൊളിയായിട്ട് കുറേ ഫോട്ടോസും റീൽസ് ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോകാൻ പറ്റും. സോ നെക്സ്റ്റ് കാന്തല്ലൂർ അല്ലെങ്കിൽ മറയൂർ ട്രിപ്പൊക്കെ ഇതുവഴി പ്ലാൻ ചെയ്യുമ്പോൾ സേവ് ചെയ്ത് വെച്ചോ, ഈ ഒരു വീഡിയോ ഉറപ്പായിട്ട് ഉപയോഗപ്പെടും. ഉച്ചയ്ക്ക് നല്ല ഡാം ഫിഷൊക്കെ കൂട്ടി അടിപൊളി ഒരു ഊണ് കഴിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇതാണ് നമ്മുടെ അമരാവതി ഡാം. ചിന്നാറും മറയൂരും കാന്തല്ലൂരൊക്കെ വരുന്നവർക്ക് ഊണ് കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണിത്. അമരാവതി ഡാം കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ മലയാളിയായിട്ടുള്ള മൂന്നാറുകാരി സോണിയ ചേച്ചിയുടെ മോഗൻ മീൻ സ്റ്റോൾ. ഈ വരിയിൽ ഏറ്റവും ലാസ്റ്റിലത്തെ ഷോപ്പ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നല്ല ഫ്രഷ് ഡാം ഫിഷൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഊണ് കഴിക്കാം. കട്ടളയുണ്ട്, സിലോപ്പിയുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് സ്പൈഡർ ക്രാബാണ്. ചെറിയ വയൽ ഞണ്ടുകൾ. ഇതിനെ എടുത്ത് ഓയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് അത് മൊത്തത്തോടെ എടുത്ത് വായിക്കാത്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ ചവച്ചരച്ചങ്ങ് കഴിക്കണം. ഭയങ്കര ടേസ്റ്റാണ്, കിടിലൻ ടേസ്റ്റാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്തോ, അടിപൊളി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. മൂന്നാറും മറയൂരും കാന്തല്ലൂരും ചിന്നാറൊക്കെ പോകുമ്പോൾ ഉപയോഗപ്പെടും. ഉച്ചയ്ക്ക് നല്ല ഫുഡൊക്കെ അടിച്ചു കഴിയുമ്പോൾ നല്ല ഒരു മയക്കം വരും അല്ലേ. നമുക്കല്ല, നല്ല ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ആശാന്മാരെല്ലാം മയക്കത്തിലാണ്. യെസ്, നമ്മളുള്ളത് അടുത്ത ഒരു സ്പോട്ടിലാണ്. നമ്മുടെ ചിന്നാറും മറയൂരും കാന്തല്ലൂരും ഒക്കെ പോകുമ്പോഴത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ട്. അതായത് നമ്മുടെ അമരാവതി ഡാമിന്റെ തൊട്ടടുത്താണ് അമരാവതി ക്രൊക്കഡിൽ ഫാം. നമ്മുടെ പിള്ളേരും ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും കൊണ്ട് കാണിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ്. ഉണ്ടോ, പണ്ടുള്ള ഒരു സ്ഥിരം പറയാറില്ല, വാ തുറന്നു ചുറങ്ങിയാൽ പല്ല് പുറത്തേക്ക് തള്ളുമെന്നുള്ളത്. അവൻ കേൾക്കാറില്ല, അതുകൊണ്ടാണ് അവൻ്റെ പല്ലൊക്കെ പുറത്തേക്ക് തള്ളിയത്. ഇത് ചെറിയ ഈ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ രണ്ട് സൈഡും ഈ ഭീമാകാരന്മാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, വിരലൊന്നും നിങ്ങൾ ഗ്രില്ലിനകത്തേക്കൊന്നും ഇടല്, ചിലപ്പോൾ അത് കടിച്ചങ്ങ് എടുക്കും. ഇപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു 8 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നാൽ നമുക്ക് ഉച്ചയ്ക്ക് ഒരു അടിപൊളി ഊണും കഴിക്കാം, അമരാവതി ഡാമും ആസ്വദിക്കാം, ഒപ്പം തന്നെ അമരാവതി ക്രൊക്കഡിൽ ഫാമും ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് തിരിച്ചു പോകാം. നമ്മൾ കാന്തല്ലൂരൊന്നും പോയിട്ട് ഇതൊന്നും കണ്ടില്ലല്ലോ എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. സാരമില്ല, അടുത്ത ട്രിപ്പിൽ ട്രൈ ചെയ്താൽ മതി. അടുത്തത് നമ്മൾ ചിന്നാർ കാടിലേക്ക് കയറിയിരിക്കുകയാണ്. കാട്ടാനകളെയും പുള്ളിമാനെയും വേണമെങ്കിൽ കരടി ലെപ്പേർഡിനെ വരെ കാണാൻ സാധിക്കുന്ന ഒരു കാടാണിത്. ഈ കാടിലേക്കൊക്കെ കയറുമ്പോൾ നമ്മൾ കാടിനൊന്ന് റെസ്പെക്ട് ചെയ്യണം. അവിടുത്തെ വൈൽഡ് ആനിമൽസിനാണ് പ്രാധാന്യം. അപ്പോൾ അതിനെയൊക്കെ റോഡ് സൈഡിൽ കണ്ടാലും നമ്മളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യും. അത് ക്രോസ് ചെയ്യാനൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിനുള്ളൊരു ടൈം കൊടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ആരാടാ എന്നെ ഇടിക്കാൻ വരുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കും. കാടിനെ അറിഞ്ഞ് കാടിനെ ശല്യപ്പെടുത്താതെ യാത്ര ചെയ്താൽ കാട് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ആ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യുക, കാടിനെ ശല്യപ്പെടുത്താതിരിക്കുക. അപ്പോൾ ഈ മൂന്നാറിലും മറയൂരിലൊക്കെ പോകുന്നവർ എൻ്റെ സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ വരുന്നത് ഇപ്പോൾ അടിമാലി വഴിയാണെങ്കിൽ പോകുന്നത് ചിന്നാർ വഴിയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. കറക്റ്റ് ഒരു റൗണ്ടഡ് ട്രിപ്പാവും. ഒരുപാട് കാഴ്ചകളും ഒരുപാട് എക്സ്പീരിയൻസും ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും.
നെക്സ്റ്റ് നമ്മൾ ചിന്നാർ മറയൂർ റൂട്ടില് ആലമ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എത്നിക് കഫേയിൽ വന്നിരിക്കുകയാണ്. കേരളത്തിലുള്ള എല്ലാ സഞ്ചാരികളെയും ഞാൻ ഈ എത്നിക് ടീ കുടിക്കാനായിട്ട് ആലമ്പട്ടിയിലേക്ക് വെൽക്കം ചെയ്യാണ്. കാരണം ഇത് ഇവിടെ അല്ലാതെ വേറെ എവിടെയും കിട്ടത്തില്ല. യെസ്, ശബരി വർക്കലയാണ്. മൂന്നാറിലേക്ക് പോകുന്നവർക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണത് എൻ്റെ കയ്യിലിരിക്കുന്നത്, നമ്മുടെ ചിന്നാറിൻ്റെ എത്നിക് ടീ. അപ്പോൾ ഈ ടീ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാനിപ്പോൾ ഉള്ളത് മൂന്നാറിലെ ആലമ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ ടീ എന്താണെന്നും ഈ ടീയുടെ പ്രിപ്പറേഷൻ എന്താണെന്നും ഒക്കെ ഉള്ളത് നമുക്കൊന്ന് നോക്കാം. ഞങ്ങൾ ഉണ്ടാക്കണ എത്നിക് ടീ എന്ന് വെച്ചാൽ ഇത് എത്നിക് ടീ ആണ് ഇതിൻ്റെ പേര്. എന്ന് വെച്ചാൽ ചായപ്പൊടിയൊന്നും ഇതിൽ ചേർക്കത്തില്ല. നന്നാരി വേര്, ഏലയ്ക്ക, ശർക്കര മാത്രം ചേർത്ത് തിളപ്പിച്ചെടുക്കണതാണ് ഇത് ചായ. ചിന്നാരെന്ന് വെച്ചാൽ ഞങ്ങൾ വേര് കാട്ടി നിന്നാണ് എടുക്കണം. നന്നാരി വേര് നേച്ചുറലായിട്ട് എടുത്തിട്ട് അതിൽ വേരും ശർക്കരയും ഏലക്കയും ചേർത്ത് തിളപ്പിച്ചെടുക്കും. ഈ സ്ഥലത്തിൻ്റെ പേര് ആലമ്പട്ടിയാണ്. ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ ചായ. അതായത് നമ്മൾ ചിന്നാറിന്ന് മറയൂരേക്ക് പോകുന്ന വഴിക്കാണ് ഈ ആലമ്പട്ടി. അതെ അതെ. എത്നിക് ടീയുടെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഈ കാണുന്നത്. നല്ല നാടൻ അടുപ്പിൽ വിറകൊക്കെ വെച്ച് നമ്മളെ ചിന്നാറിൽ പ്യൂർ ആയിട്ടുള്ള വാട്ടർ ഒഴിച്ചിട്ട് അതിൽ ഏലക്കയും ശർക്കരയും ഒപ്പം തന്നെ കാട്ടുനിന്ന് ശേഖരിക്കുന്ന നന്നാറി വേരും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ടീ ഉണ്ടാക്കുന്നത്. ഷുഗറോ ടീ പൗഡറോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ஸோ ഇവിടെ വരുമ്പോൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം കൂടിയാണിത്. തമിഴ് നண்பர்கள் നിങ്ങൾ കണ്ടിപ്പാ ട്രൈ பண்ணிடுங்க. ഈ ടീ എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഈ വേര് മാത്രം കാട്ടിൽ നിന്ന് എടുത്തിട്ട് ഈ ശർക്കര പഞ്ചസാരയൊന്നും കിട്ടാത്ത സമയത്ത്, ചായപ്പൊടിയൊന്നും ഇല്ലാത്ത സമയത്ത് ഈ വേരും ശർക്കരയും എടുത്തിട്ട് തിളപ്പിച്ച് കുടിച്ചുകൊണ്ടിരുന്നതായിരുന്നു ആദ്യം ഞങ്ങളുടെ ആൾക്കാർ. അപ്പോൾ ഇവിടുത്തെ റേഞ്ച് ഓഫീസറും പ്രൊഫസറുമാണ് പറഞ്ഞ് നമുക്ക് ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോകാം, പണ്ട് കാലത്തുള്ളതല്ലേ, അത് നമുക്ക് നേച്ചുറലായിട്ട് കൊടുക്കാമെന്നും പറഞ്ഞ് സാറ് പറഞ്ഞാണ് ഞങ്ങൾക്ക് ഈ ചായ ഇവിടെ ഉണ്ടാക്കി വിൽക്കാനുള്ള ഇത് സാറാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ ഇതുവഴി പോകുമ്പോൾ വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ്. ലൈഫിൽ ഇവിടെ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ടീ കുടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. മറയൂരിലെ മറഞ്ഞിരിക്കുന്ന മലനിരകളുടെ സൗന്ദര്യവും ആസ്വദിച്ച് ചന്ദനക്കാടുകളും കരിമ്പിൻ തോട്ടങ്ങളും ഒക്കെ തഴുകി മല കയറി മുകളിലേക്ക് എത്തുമ്പോൾ കാന്തല്ലൂരിലേക്കുള്ള ഈ എസ് വളവിനും പറയാനുണ്ട് ഇച്ചിരി കാര്യങ്ങൾ. കാന്തല്ലൂരിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത്. ഇവിടെ നമ്മുടെ ഓമന ചേച്ചിയുടെ ഒരു ടീ ഷോപ്പ് ഉണ്ട്. കാന്തല്ലൂരിലോട്ട് കയറി കഴിയുമ്പോണ്ടല്ലോ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ എസ് വളവിൻ്റെ അവിടെ ഓമന ചേച്ചിയുടെ കടയിൽ നിന്ന് നല്ലൊരു ചൂട് കടുപ്പമുള്ള ഒരു ചായയും കുടിച്ചത് ഈ ബാക്കിലെ ആംബിയൻസും ആസ്വദിച്ച് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതൊരു വേറൊരു വൈബാണ്. ഞാൻ എപ്പോൾ കാന്തല്ലൂർ വന്നാലും ഇവിടെ കയറി ഒരു ചായ ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് കുടിച്ചിട്ട് തിരികെ പോകാറുള്ളതെന്നുള്ളതാണ്. ഒരു ചായയൊക്കെ കുടിച്ച് വൈകിട്ടത്തെ കാറ്റൊക്കെ ആസ്വദിച്ച് ആ സൺസെറ്റൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ജീപ്പുകളൊക്കെ ഇങ്ങനെ മല കയറി പോകുന്നത് കണ്ടുകൊണ്ടേ ഇരിക്കാൻ കേട്ടോ. ഇതിനല്ല നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട്, പൊളിയല്ലേ നമ്മുടെ ആനവണ്ടി? ആ എസ് വളവ് വളഞ്ഞു വരുന്ന ഒരു കാഴ്ച ഏതൊരു സഞ്ചാരിയെ ഒന്ന് കൊതിപ്പിക്കും. കയ്യിൽ മൊബൈലും ക്യാമറയും ഉള്ളവരൊക്കെ പറ ക്ലിക്ക് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി അതുമാത്രമല്ല, ഫോട്ടോസും റീൽസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കിഡ് ലൊക്കേഷനും കൂടിയാണിത്. ഞാനും കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്തു കേട്ടോ ഇവിടെ വെച്ച്. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്ന 3 മരങ്ങളാണ് കേട്ടോ. ഈ മരങ്ങളുടെ കഥ കൂടെ നമുക്ക് കേട്ടിട്ട് പോകാം. ആക്ച്വലി ഇതൊരു ഒറ്റ മരമല്ല, ഇത് 2 മരമാണ്. ഇവിടെ ഒരു മരം നിൽപ്പുണ്ട്. അങ്ങനെ മൊത്തം 3 മരങ്ങളുണ്ട്. ഈ 3 മരം ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം ചേട്ടൻ പറയും. ചേട്ടാ, ഏതൊക്കെയാണ് 3 മരം? ഇത് ചന്ദനമാണ്. ചന്ദനം, ഓക്കെ. ചന്ദനം. ഇത് കടുക്കയാണ്. കടുക്ക, ഓക്കെ. ഇത് മയിലെണ്ണ എന്ന് പറയും. മയിലെള്ള്, അതെന്താ യൂസ്? പണ്ടത്തെ കാലത്ത് പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് വേത് പിടിക്കും. അതിന്റെ ഇലയും തൊലിയും വെട്ടിയിട്ട് അതിനുള്ള ഉപകാരമുള്ള ആ മരം, നല്ല മരം. അത് വെച്ചിട്ട് അളവിന് ചൂടിനുള്ളത് വെച്ച് കൊടുക്കും. അപ്പോൾ ആ നീർക്കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വലിഞ്ഞു പോകും. ആ വെള്ളത്തിൽ തന്നെ കുളിക്കുകയും ചെയ്യാം. ചായ മാത്രമല്ല, ഇനി ഉച്ചയ്ക്കൊക്കെയാണ് നിങ്ങൾ ഇവിടെ എത്തുന്നതെങ്കിൽ ഉണ്ടല്ലോ, നല്ലതേ അടിപൊളി മോര്, അതായത് കറിവേപ്പിലയും മുളകും ഇഞ്ചിയും എല്ലാം കൂടെ അരച്ച് ചേർത്ത് നല്ല കിടിലം മോരുണ്ട് കേട്ടോ. അതൊരെണ്ണം മേടിച്ച് കുടിച്ചിട്ട് പോയാലുണ്ടല്ലോ ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറും. അപ്പോൾ ഒരു ബ്രെഡ് ഓംലെറ്റ് കൂടെ പറയാം. ആ ബ്രെഡ് ഓംലെറ്റും കഴിച്ചിരിക്കുമ്പോൾ വരുന്നു ആ മാസ് സീൻ. യെസ്, നമ്മുടെ കാന്തല്ലൂരുകാരുടെ സ്വന്തം NMS. അവൻ ആ മല കയറി വരുന്ന ഒരു ചന്തം, എൻ്റെ അമ്മോ, അതും പ്രത്യേകിച്ച് ആ സൺസെറ്റിന്റെ വ്യൂ ഒക്കെ ആസ്വദിച്ച് കയറി വരുമ്പോണ്ടല്ലോ രോമാഞ്ചിഫിക്കേഷൻ വരും. പെരുമ്പാവൂർ, കോതമംഗലം, അടിമാലി, മൂന്നാർ വഴി കാന്തല്ലൂരിലേക്ക് വരുന്ന NMS, കാന്തല്ലൂരുകാരുടെ സ്വന്തം NMS ആണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി കാഴ്ചകൾക്ക് ഇതുവഴി കടന്നു പോകുന്ന സഞ്ചാരികൾ നമ്മുടെ ഓമന ചേച്ചിയുടെ ടീ ഷോപ്പ് മറക്കണ്ട.
കിളികളൊക്കെ കൂടണയാൻ സമയമായപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കിളിക്കൂട്ടിലേക്ക് എത്തി. ഇതാണെന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന കാന്തല്ലൂരിലെ മഡ് ഹൗസ്, കാന്തല്ലൂർ വുഡ്സ്. കാണുമ്പോൾ തന്നെ ഒരു കിളിക്കൂടിൻ്റെ ഫീൽ അല്ലേ. വേനൽക്കാലമാണെങ്കിൽ പോലും തണുപ്പിന് ഒരു കുറവില്ല. അധികം പുറത്ത് വയ്ക്കാതെ അതുകൊണ്ട് തന്നെ ചാടി ഉള്ളിലേക്ക് കയറിയപ്പോഴോ ഉള്ളിൽ അതിനേക്കാളും തണുപ്പ്. മഡ് ഹൗസിന് ഒരു പ്രത്യേകത അതാണ്, എപ്പോഴും ഉള്ളിൽ നല്ല തണുപ്പായിരിക്കും. അത്യാവശ്യം കുറച്ച് ലക്ഷറി ആയിട്ടുള്ള മഡ് ഹൗസിൽ സുഖമായിട്ട് കിടന്നുറങ്ങാമെന്നുള്ള ഒരു സ്വപ്നത്തിൽ അങ്ങനെ നീണ്ടു നിവർന്ന് കിടന്നു സുഖമായിട്ട് ഉറങ്ങി എന്നുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ മോർണിംഗ് വൈബ് എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ ഒരു ഫ്രഷ്നെസ് ആണ്. നാട്ടിലെ ചൂടും അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര കൂളാണ് കേട്ടോ. അതിരാവിലെ കോച്ചിപ്പിടിക്കുന്ന തണുപ്പത്ത് ആകാശം മുട്ടി നിൽക്കുന്ന മരങ്ങളിൽ നിന്നും കിളികൾ വിളിച്ചു നിർത്തിയപ്പോൾ നേരെ പോയത് ചായ കുടിക്കാൻ ഒരു ചായക്കടയിലേക്കാണ്. അവിടെ ചെന്നപ്പോഴോ ചായക്കടയിൽ ഉള്ളിൽ നിന്നും പുക, കുടിക്കുന്ന ചായയിൽ നിന്നും പുക, എന്തിനു പറയുന്നു വാ തുറന്നാൽ പുക, കുരയ്ക്കുന്ന നായുടെ വായിൽ നിന്ന് വരെ പുക. റിട്ടയർഡ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ഹരിദാസ് സാറിൻ്റെ പ്രോപ്പർട്ടിയിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. മൂന്നാറുകാരുടെ അല്ലെങ്കിൽ കാന്തല്ലൂരുകാരുടെ സ്വന്തം ഡെപ്യൂട്ടി ആയിട്ടാണ് അദ്ദേഹത്തെ ഇന്ന് നാട്ടുകാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ നാട്ടുകാരോടൊക്കെ കുറേ കുശലമൊക്കെ അന്വേഷിച്ച് തിരിച്ച് നമ്മൾ പ്രോപ്പർട്ടിയിലെത്തി. അവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ മിസ്റ്റ് കിടക്കാണ് കേട്ടോ. മഞ്ഞ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. തട്ടായിട്ടുള്ള തോട്ടങ്ങളും. ഇവിടെ നോക്കി പക്ക ഒരു നാടിനകത്തൂടെ ഒഴുകുന്ന ഒരു വാട്ടർഫോൾസും. ആ വാട്ടർഫോൾസിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ രാത്രി ഉറങ്ങുന്നത്. ഇത് ലോകത്തെവിടെയൊക്കെ ചൂടാണെങ്കിലും ഇവിടെ തണുപ്പാണ് കേട്ടോ. 365 ദിവസവും തണുപ്പുള്ള ഒരു പ്രോപ്പർട്ടി. ഇപ്പോൾ പോലും ഈ സമ്മറിൽ പോലും നാട്ടിലൊക്കെ ചുട്ടുപൊള്ളുമ്പോൾ ഇവിടെ ഇതാണ് അവസ്ഥ. ജാക്കറ്റും സ്വെറ്ററും ക്യാപ്പും ഒന്നും വെക്കാതെ നിൽക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ്. അപ്പോൾ അമ്മാതിരി ഒരു പ്രോപ്പർട്ടിയിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചൂടുകാലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് 2-3 ദിവസം സ്റ്റേ ചെയ്യും കേട്ടോ. നമ്മുടെ മൈൻഡും ബോഡിയൊക്കെ ഒന്ന് കൂളാവും എന്നുള്ളതാണ്. രാവിലെ നമ്മൾ ഒരു മോർണിംഗ് നാച്ചുറൽ വാക്കിന് ഇറങ്ങിയാണ് കേട്ടോ. അടിപൊളിയാണ് രാവിലെ ഇവിടെ ഇങ്ങനെ നടക്കാനായിട്ട്. ചുറ്റും മലനിരകളൊക്കെ ആസ്വദിച്ച് പക്ഷികളുടെ സൗണ്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ ചെറിയ ഒരു സ്ട്രീമൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ പോവാണ്. ഇത് ഫുള്ള് കാണുന്നത് ബട്ടർ ബീൻസ് ആണ് കേട്ടോ. ബട്ടർ ബീൻസ് ഇങ്ങനെ നിൽക്കുന്നതാണ്. അവിടെ കാണാൻ പറ്റും 1-2 എണ്ണമൊക്കെ. ഈ കവർ എന്തിനാ കെട്ടിയിട്ടിരിക്കുന്നത്? മറ്റേ കുരുവി പൂവൊക്കെ കൊച്ചി തിങ്ങാതെ വേണ്ടിയിട്ടാണ്. ഈ പൂവുള്ളപ്പോൾ കുരുവി കാട്ടിടെ പ്രാണികൾ വന്നിട്ട് പൂവ് കൊറ്റി ആ തേങ്ങാക്ക ഉറിഞ്ഞ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പ്ലാസ്റ്റിക്കിന്റെ ഒച്ച കണ്ടപ്പോൾ അത് മാറി പോകും. പ്ലാസ്റ്റിക്കിന്റെ ഒച്ച കേൾക്കുമ്പോൾ വരത്തില്ല. വരത്തില്ല. ഇതെവിടെ കാണുന്നുണ്ടോ റിസോർട്ട്? സോയ, ക്യാരറ്റ്, ബീട്രൂട്ട്, ബട്ടർ ബീൻസ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ക്യാബേജ് ഉണ്ട്, മുരിങ്ങയ്ക്ക ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, ദെൻ ഉരുളക്കിഴങ്ങുണ്ട്, ബീൻസ്, കൊത്തു ബീൻസ്. ഇതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് ചേട്ടാ? ചേട്ടൻ മരുന്നടിക്കില്ല അല്ലേ? മരുന്നടിക്കില്ല, ഉപയോഗിക്കില്ല, കീടനാശിനി ഉപയോഗിക്കില്ല. യെസ്, അറ്റ് ലാസ്റ്റ് നമ്മൾ തേടി വന്ന സാധനമാണ് അത് എൻ്റെ പുറകിൽ കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ കൊതിയായിട്ട് വയ്യ. എന്താണെന്ന് മനസ്സിലായോ? കളർ കണ്ടപ്പോൾ ചിലർക്കെങ്കിലും ഒക്കെ മനസ്സിലായി കാണും. നല്ല ഒരു സ്ട്രോബെറി ഫാമിൻ്റെ സെൻറ്ററിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അതും നല്ല ജൈവമായിട്ട് നാച്ചുറലായിട്ട് ചെയ്യുന്ന ഒരു സ്ട്രോബെറി ഫാം. ഇവിടെ വന്നാൽ നമുക്ക് ലൈവായിട്ട് ആ സ്ട്രോബെറി ഇങ്ങനെ പൊട്ടിച്ച് രാവിലെ കേട്ടോ, ഉച്ചയ്ക്കൊന്നുമല്ല, രാവിലെ ആ തണുത്ത സ്ട്രോബെറി ഉണ്ട്, അതിങ്ങനെ നാവിൽ വെച്ച് കടിച്ച് കഴിക്കാം. ഓക്കെ, ലൈവായിട്ട് നമ്മൾ പറിച്ചെടുത്ത് ഇങ്ങനെ കടിച്ചു നോക്കട്ടെ. എന്നാ ടേസ്റ്റ് അറിയാം. സ്ട്രോബെറിക്കൊക്കെ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് ശരിക്കും ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ. നമ്മൾ നാട്ടിൽ കഴിക്കുന്നൊന്നും അല്ല സാധനം. അപ്പോൾ രാവിലെ ഇവിടെ വന്നിട്ട് തമിഴ് നண்பர்கள் ലൈവ് സ്ട്രോബെറി ഇപ്പടി എടുത്ത് സാപ്പിടല. അമ്മ ഇന്നിനി വേറെ ഒന്നും വേണ്ട കേട്ടോ. പൊളി സാധനം എന്ന് പറഞ്ഞാൽ പൊളി.
ഇത് ആക്ച്വലി ഇതൊരു ജൈവ ഫാമാണ്. കീടനാശിനി ഇല്ലാതെ ഉണ്ടാക്കുന്ന വെജിറ്റബിൾസും അതുപോലെ ഫ്രൂട്ട്സും ഒക്കെയാണ്. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു, ഇതെങ്ങനെയാണ് നിങ്ങൾ ഈ കീടനാശിനിയൊക്കെ അടിക്കാതെ, നമുക്ക് ചോദിക്കണമല്ലോ, ജെനുവിനാണോ ഇല്ലെന്ന് അറിയണമല്ലോ. അപ്പോൾ അത് പുള്ളി ഒരു കാര്യം കാണിച്ചു തന്നു. അതെന്താണെന്നുള്ളത് പുള്ളി എന്നെ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. സാറേ ഈ ചാണകം എടുത്തോണ്ട് വരണം ആദ്യം. ചാണകം എടുത്തോണ്ട് വന്ന് ഒരു പക്കറ്റിലാണ് നമ്മൾ 1/2 പാക്കറ്റ് ചാണകം എടുത്തിട്ട് വന്നിട്ട് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് 1 മാസം ഇങ്ങനെ പുളിച്ച് ആ പുളിവ് വന്നപ്പോ ചെറ്റ് വന്നപ്പോ ഈ 1 കപ്പ് എടുത്തിട്ടോ 1/2 പാക്കറ്റ് വെള്ളം എടുത്തിട്ടോ ഇത് ചായ വെള്ളത്തിൽ ഇങ്ങനെ ആറ്റണം. ആറ്റിയപ്പോ ഒവ്വൊരു ചോടിന് ഒഴിക്കണം. ഒവ്വൊരു ടംബ്ലറൊക്കെ ഒഴിച്ച നല്ല മകസിൽ കിട്ടും. ഒരു ദിവസത്തിന് 5 കിലോ 6 കിലോ ഫലം കിട്ടും. ഒരു വാർത്ത നല്ല കൃഷിയാ. ഇത് ലക്ഷങ്ങളും ഉണ്ടാക്കാം. അപ്പം ചാണകം മാത്രം മതി, വേറെ ഒന്നല്ല. ആ പഴം 25 ഗ്രാം വരും ഒരു പഴം. ഇതിപ്പോ ചേട്ടൻ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 1 കിലോ 600 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. അവരെ കൊടുക്കും, മേടിക്കും. പുറത്തൊക്കെ വിലല്ല, 500-400 ഉള്ളൂ. അവര് മരുന്നടിക്കുന്ന സാധനമാണ്. അതായത് പുറത്ത് 500 ഒക്കെ ഉള്ളൂ, 500-400 അപ്പൊ കാന്തല്ലൂരാണ് ഈ സ്ട്രോബെറി ഇങ്ങനെ വിളഞ്ഞു കിടക്കുന്നത്. നല്ല റെഡ് പിങ്ക്. അത് കാണുമ്പോൾ തന്നെ കളറിനും ടേസ്റ്റും ഒക്കെ നാവിലിങ്ങനെ അറിയാതെ നിൽക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ കമോൺ കാന്തല്ലൂർ വരിക. ഇവിടെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്താണ് ഈ സ്ട്രോബെറി ഫാം എന്ന് പറയുന്നത്. ഇവിടെ വന്ന് ലൈവായിട്ട് സ്ട്രോബെറിയൊക്കെ പൊട്ടിച്ച് കഴിച്ചിട്ട് കമൻറ്റ് ചെയ്യും. ഓക്കെ, ശബരി വർക്കലയാണ്. അപ്പോൾ ഇതുപോലുള്ള കിടിലം വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഈ പാവപ്പെട്ട ഈ കർഷകരിൽ നിന്നൊക്കെ നമ്മൾ സാധനം വാങ്ങുമ്പോൾ പൊതുവേ നമ്മുടെ ആൾക്കാരുടെ ഒരു സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം, ഞാൻ ആ കാറ്റഗറിയിലല്ല കേട്ടോ. അതായത് ലക്ഷങ്ങളും 10,000-ങ്ങളും കോടികളും ഒക്കെ വെറുതെ പൊട്ടിച്ചു കളയും. അതിനൊന്നും ഒരു സങ്കടം ഉണ്ടായിരിക്കില്ല. പക്ഷേ ഈ കഷ്ടപ്പെട്ട് ഈ കൃഷി ചെയ്ത് ഒരു 200 രൂപ 300 രൂപയ്ക്ക് ആയിരിക്കും ഒരു കിലോയ്ക്ക് ചോദിക്കുന്ന. ഒരു 270 രൂപ ഒരു കിലോയ്ക്ക് പറഞ്ഞാൽ അത് 250 ആണെങ്കിൽ ഞങ്ങൾ എടുത്തോളാം, 220 ആണെങ്കിൽ ഞങ്ങൾ എടുത്തോളാം, അങ്ങനെ വില പേശുന്ന കാണുമ്പോണ്ടല്ലോ സങ്കടം തോന്നും. നമ്മളുടെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറാത്ത എന്താണെന്ന് കേട്ടോ. അതൊക്കെ നമ്മൾ മാറ്റേണ്ട കാലം കഴിഞ്ഞു. അവരൊരു 20 രൂപ ചോദിക്കുമ്പോൾ കൊടുക്കാനില്ല, പക്ഷേ 2 ലക്ഷം രൂപ പൊട്ടിച്ചോളാൻ ഒരു കുഴപ്പമില്ല. അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കാന്തല്ലൂരുകാരുടെ സ്വന്തം പ്രണവ് ഹോട്ടൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് റിസോർട്ടുകളിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ പാഴ്സൽ പോകുന്നത്. അത് ഊണാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും. അപ്പോഴാണ് ഇതിൻ്റെ ഓണറായിട്ടുള്ള മണിയെ പരിചയപ്പെടുന്നത്. കാന്തല്ലൂരുകാരിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ലോകം കണ്ട മലയാളി ആരാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതിനൊരൊറ്റ ഉത്തരമേ കാണുള്ളൂ, അതാണ് ഈ മണി. തായ്ലൻഡ്, സിംഗപ്പൂർ, മലേഷ്യ, ദുബായ് അങ്ങനെ തുടങ്ങി ഏകദേശം 15ഓളം രാജ്യങ്ങൾ കണ്ടൊരു വ്യക്തിയാണ് മണി. അവിടെ എല്ലാം മണി ഷെഫുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫാമിലിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ വന്ന് സെറ്റിലായതാണ്. ഒത്തിരി ഐറ്റംസ് ഒക്കെ മേക്ക് ചെയ്യാൻ അറിയാമെങ്കിലും മണി ഇപ്പോൾ ചെയ്യുന്നത് സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള ദോശയും ഇഡ്ഡലിയും ഊണും മാത്രമാണ് കേട്ടോ. ദൈവമേ, ഈ വണ്ടി പലപ്പോഴും മല ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ കണ്ടു വിളിക്കാറുണ്ട് കേട്ടോ. അതിവിടെ എഴുതിയും വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആക്ച്വലി ഈ മലയോര ഗ്രാമങ്ങളിലൊക്കെ തടി കൊണ്ടുപോകാനായിട്ടാണ് ഈ ഒരു ജീപ്പ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഇതിനെ ക്ലോസ് ആയിട്ട് ആരെങ്കിലും വാച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. മേ ബി ഇതിൽ സീറ്റ് കവറൊന്നും കാണത്തില്ല, സീറ്റ് ഉണ്ടാവത്തില്ല, കാരണം ഇത് ഫുള്ള് തടി കയറ്റാനാണല്ലോ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ എടുത്തു പറയേണ്ട വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ കണ്ടോ ഈ ഗ്ലാസിനെ പ്രൊട്ടക്ട് ചെയ്ത്, അതായത് തടി ഇങ്ങനെ സ്ട്രെയിറ്റ് വെച്ചാൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഗ്ലാസ് പൊട്ടാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഗ്രില്ലുണ്ട്. അതുപോലെ തന്നെ തടി കുത്തിക്കേറിയ നമ്മുടെ ഡ്രൈവറിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി സീറ്റിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു ഗ്രില്ല് വെച്ചിട്ടുണ്ട്. ഭാഗം ഇപ്പോഴായിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഇത് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ അറിയാതെ ദൈവമേ എന്ന് വിളിച്ചു പോകും കേട്ടോ. അതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. കാന്തല്ലൂരിൽ ഏറ്റവും നല്ല ടീ കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പെരടി വള്ളം വളവെന്നാണ് ഈ വളവിനെ പറയുന്നത്. കാന്തല്ലൂരിലേക്ക് പോകുമ്പോൾ ഒരു ഷാർപ്പ് ബെൻഡാണിത്. സെൽവകുമാറിന്റെ ഒരു ടീ ഷോപ്പാണിത്. ഇവിടെയാണ് കാന്തല്ലൂരിൽ ഏറ്റവും കിടിലൻ ടീ കിട്ടുന്നത്. അപ്പോൾ പോകുന്നവരൊക്കെ ഇവിടെ കയറി ടീ കുടിക്കാൻ മറക്കണ്ട. ഒപ്പം ശബരി ദ ട്രാവലറെ മെൻഷൻ ചെയ്യാനും മറക്കണ്ട. ഒരു കാര്യം ഉറപ്പാണ്, കാന്തല്ലൂരിൽ വരുമ്പോൾ നിങ്ങൾ മറക്കാത്ത ഒരു ഓർമ്മ ഈ ടീ ആയിരിക്കും. നല്ല ഒത്ത ഒരു കാടിന് നടുക്ക് പോലെ തട്ടുതട്ടായ തോട്ടങ്ങളുടെയും വലിയ മരങ്ങളുടെയും ഇടയിലാണ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഒളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പും മഞ്ഞും ഒക്കെ ഇവിടെ എപ്പോഴും ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. ഈ വേനൽക്കാലത്ത് പോലും നല്ല തണുപ്പാണ്. സൂര്യൻ ഉദിച്ചിങ്ങനെ മുകളിലെത്തിയെങ്കിലും വെള്ളച്ചാട്ടത്തിൻ്റെ കുളിർമ നമ്മളിൽ ഇങ്ങനെ പകർന്ന് തന്നുകൊണ്ടേയിരിക്കും. മഡ് ഹൗസിൻ്റെ മുകളിൽ തന്നെ ടെൻറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ടെൻറ്റിൽ നിന്നൊക്കെ രാവിലെ ഉള്ളൊരു കാഴ്ച ഇതാണ് കേട്ടോ. അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് ഇവിടെ. അപ്പോൾ ഈ കൊടും ചൂടിന്നൊക്കെ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ്. ഒത്ത ഒരു ആംബിയൻസ് ആണ്, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. നെക്സ്റ്റ് കാന്തല്ലൂർ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഇവിടെ വന്ന് താമസിച്ചോ. അടിപൊളി ആംബിയൻസ് ആണ്. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പ്രോപ്പർട്ടിയാണ്. സോ കുറച്ച് ദിവസം ഞാൻ ഇവിടെയൊക്കെ കാണും. ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്കൊക്കെ വാരി വിതറിയേക്കും. അവർക്കൊക്കെ വെക്കേഷനാണ്, എല്ലാവരും വന്ന് എൻജോയ് ചെയ്യട്ടെ.
ഇനി കാന്തല്ലൂരും മറയൂരും ഒക്കെ ജീപ്പ് സഫാരി വേണമെങ്കിൽ വളരെ കുറഞ്ഞ റേറ്റിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ കോൾ ചെയ്തു. യെസ്, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഏത് ചൂട് കാലത്തും തണുപ്പൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്താൽ മതി. അപ്പോൾ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട, ശബരി ദ ട്രാവലർ.